സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 5 മരണം. തൃശൂർ വെള്ളറക്കാട് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. തൃശൂർ അന്തിക്കാട് റോഡിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അന്തിക്കാട് സ്വദേശി രവി മരിച്ചു. കോഴിക്കോട് വടകരയിൽ പോലീസ് വാഹനമിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. ഇന്ന് കാലത്ത് 8:00 കാഞ്ഞാണി അന്തിക്കാട് റോഡിലെ കപ്പേളയ്ക്ക് സമീപം സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ രവി മരിച്ചത്. ബസിന്റെ ബമ്പർ തട്ടി റോഡിലേക്ക് തലയിടിച്ച് വീണ രവിയെ ഉടൻ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് പിന്നാലെ തന്നെ സ്വകാര്യ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. ഇയാൾക്കായുള്ള അന്വേഷണത്തിലാണ് അന്തിക്കാട് പോലീസ്. ഇന്നലെ രാത്രി 10:00 വെള്ളർക്കാട് മാത്തൂർ പാടത്തിന് സമീപത്ത് വെച്ച് മരത്തംകോട് സ്വദേശി ആനന്ദൻ സഞ്ചരിച്ച സ്കൂട്ടറും എരുമപ്പെട്ടി സ്വദേശികളുടെ ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഉടൻ തന്നെ ആനന്ദിനെയും സഹോദരപുത്രൻ പ്രവീണിനെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ബൈക്ക് യാത്രികരായ എരുമപ്പെട്ടി സ്വദേശി യഹിയയും സുഹൃത്തും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കോഴിക്കോട് വടകരയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടയിലാണ് കാൽനടയാത്രക്കാരനെ പോലീസ് വാഹനമിടിച്ചത്. പണിക്കോട് ഹാഷ്മി നഗർ സ്വദേശി അസൈനാരാണ് അപകടത്തിൽ മരിച്ചത്. കോഴിക്കോട് കുന്നമംഗലം പടനിലത്തുണ്ടായ അപകടത്തിൽ പുതുപ്പാട് സ്വദേശി നാജിയയാണ് മരിച്ചത്. നാജിയയും ഭർത്താവ് നൌഫലും സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നൌഫൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തൃശൂർ.